കോട്ടയത്ത് ഇങ്ങനെ കറങ്ങിയപ്പോൾ ഞാൻ നോക്കി മുകളിലൊരു സാധനം കാണുന്നുണ്ട്. ഇതെന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എൻ്റെ പൊന്നടാവേ, ഇത് എന്താണെന്ന് സത്യം പറഞ്ഞ കോട്ടയംകാർക്ക് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു ഐഡിയ ആണ്. ആകാശപാത എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ആകാശപാത തന്നെയാണ്. പക്ഷേ ഈ ആകാശത്തിൽ എങ്ങനെ കയറുന്നത് എങ്ങനെയാണ്? അതിപ്പം പുള്ളിയോട് തന്നെ ചോദിക്കണത്. ഇപ്പം പുള്ളിക്ക് തന്നെ അറിയത്തില്ല ഇത് എങ്ങനെ കയറും. ഇത് പടവലങ്ങ വെക്കാൻ കൊള്ളാം, പന്തലിടാൻ വേണ്ടി കൊള്ളാം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇതിന്റെ മേളിൽ കൂടെയൊക്കെ ആളുകൾക്ക് പോകാൻ പറ്റാനൊക്കെ വേണ്ടിയാണ് വിഭാവനം ചെയ്തത്. ഇവിടെ ഉണ്ടെങ്കിൽ വാഹനങ്ങളുടെ തിരക്ക് കാരണം അതിനുവേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഇതിനകത്ത് എങ്ങനെ ഇതിന്റെ മേളിലോട്ട് കയറുമെന്നോ ഇത് ഇതിലേക്ക് കൂടി ഇറങ്ങുമെന്നോ സത്യം പറഞ്ഞാൽ അല്ല, അതാണ് ഞാൻ നോക്കുന്നത്. ഈ 4 ഭാഗത്തും റോഡ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ഇതിനകത്ത് കയറുന്നുള്ളത്. ഇത് അത്ഭുതമായിട്ട് ഇത് ലോക വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തേണ്ടി വരും. എനിക്കതാ പറയാനുള്ളത്. അല്ല, എനിക്ക് ചെറിയൊരു സംശയം. ഇനിയിപ്പോൾ ഇതിന്റെ ഭാവി എന്താവും? ഇതിന്റെ ഭാവി ഭൂതമാകും. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എനിക്കറിയാൻ പാടില്ല ഇത് എങ്ങനെയാണ്. അതെ, ഇത് തിരുവഞ്ചൂരിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഒരു കാര്യം പറയാം, ഒരു പദ്ധതി എങ്ങനെ ആകരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോട്ടയത്തെ ഈ ചരിത്ര പ്രസിദ്ധമായ ആകാശപാത. അങ്ങനെയും ഒരു ഉദാഹരണം വേണമല്ലോ. അങ്ങനെ ഒരു ഉദാഹരണം വേണം. ഈ ഉദാഹരണം കാണിച്ചുകൊണ്ട് നമുക്ക് കോട്ടയത്തിൽ പോയാലോ? അതെ, അപ്പോൾ കേരള രാഷ്ട്രീയത്തിന്, കേരള വികസന ചരിത്രത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ മഹത്തായ സംഭാവന പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിരുവഞ്ചൂരിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ, അതെ UDF-ന്റെ അതെ